ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ പ്രണയസ്മാരകം താജ്മഹൽ. വെള്ള മാർബിളിൽ തീർത്ത ഈ അദ്ഭുത സ്മാരകത്തിന് പിന്നിൽ ഒരു വലിയ ചരിത്രകഥയുണ്ട്. ഈ കഥ കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ആ കഥ ആരംഭിക്കുന്നത് 1592 വർഷത്തിലാണ്. 1592 ജനുവരി 5 ലാഹോറിൽ ഒരു രാജകുമാരൻ ജനിച്ചു. അദ്ദേഹത്തിന്റെ പേര് മിർസ ഷഹാബുദ്ദീൻ മുഹമ്മദ് ഖുറം. പിന്നീട് ലോകം അദ്ദേഹത്തെ ഷാജഹാൻ എന്ന പേരിൽ അറിയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പിതാവ് മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറും മാതാവ് ജഗത് ഗോസായിയും ആയിരുന്നു. രാജകീയ ജീവിതത്തിൽ വളർന്ന ഖുറം ചെറുപ്പം മുതൽ തന്നെ ഭരണത്തിലും യുദ്ധത്തിലും പരിശീലനം നേടി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു അർജുമന്ദ് ബാനു ബേഗം. പിന്നീട് അവർ മുംതാസ് മഹൽ എന്ന പേരിൽ പ്രശസ്തയായി. 1612 വർഷത്തിൽ ഖുറവും അർജുമന്ദ് ബാനു ബേഗവും വിവാഹിതരായി. അവരുടെ ബന്ധം പിന്നീട് മുഗൾ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ദാമ്പത്യബന്ധങ്ങളിലൊന്നായി മാറി. മുംതാസ് മഹൽ ഷാജഹാന്റെ ഏറ്റവും അടുത്ത കൂട്ടാളികളിൽ ഒരാളായിരുന്നു. അവർക്ക് 14 മക്കളുണ്ടായി. കാലം കടന്നുപോയി. 1628 വർഷത്തിൽ ഖുറം മുഗൾ ചക്രവർത്തിയായി അധികാരമേറ്റു. അന്നുമുതൽ അദ്ദേഹം ഷാജഹാൻ എന്ന പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടത്. ഷാജഹാന്റെ ഭരണകാലം മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തിയുടെയും വാസ്തുവിദ്യയുടെ മഹത്വത്തിന്റെയും കാലഘട്ടമായിരുന്നു. എന്നാൽ 1631 വർഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം സംഭവിച്ചു. 14ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനിടെ മുംതാസ് മഹൽ ബുർഹാൻപൂരിൽ വെച്ച് മരണപ്പെട്ടു. മുംതാസിന്റെ മരണം ഷാജഹാനെ വളരെ ആഴത്തിൽ ബാധിച്ചു. അവളുടെ ഓർമ്മയ്ക്കായി ലോകം കണ്ടിട്ടില്ലാത്തത്ര മനോഹരമായ ഒരു ശവകുടീരം നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ താജ്മഹലിന്റെ കഥ ആരംഭിച്ചു. 1632 വർഷത്തിൽ ആഗ്രയിലെ യമുന നദിയുടെ തീരത്ത് താജ്മഹലിന്റെ നിർമ്മാണം ആരംഭിച്ചു. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ശില്പികളും കരകൗശല വിദഗ്ധരും നിർമ്മാണത്തിൽ പങ്കെടുത്തു. വെള്ള മാർബിൾ ഉൾപ്പെടെ വിലയേറിയ കല്ലുകളും അലങ്കാര വസ്തുക്കളും ഉപയോഗിച്ചു. വർഷങ്ങളോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ താജ്മഹലിന്റെ പ്രധാന ശവകുടീരം 1648 വർഷത്തിൽ പൂർത്തിയായി. എന്നാൽ താജ്മഹൽ എന്നത് പ്രധാന ശവകുടീരം മാത്രം ആയിരുന്നില്ല. പള്ളി, അതിഥിമന്ദിരം, കവാടം, ഉദ്യാനങ്ങൾ തുടങ്ങിയ മുഴുവൻ സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നു. മുഴുവൻ താജ്മഹൽ സമുച്ചയം 1653 വർഷത്തോടെ പൂർത്തിയായതായി പൊതുവെ കണക്കാക്കപ്പെടുന്നു. വെള്ള മാർബിളിൽ ഉയർന്നുനിൽക്കുന്ന വലിയ താഴികക്കുടം, 4 മിനാരങ്ങൾ, മനോഹരമായ കലിഗ്രഫി, കല്ലുകളിലെ സൂക്ഷ്മമായ അലങ്കാരപ്പണികൾ ഇവയെല്ലാം ചേർന്ന് താജ്മഹലിനെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വാസ്തുവിദ്യാ സ്മാരകങ്ങളിലൊന്നാക്കി മാറ്റി. എന്നാൽ ഷാജഹാന്റെ ജീവിതത്തിലെ സന്തോഷം അവിടെ അവസാനിച്ചില്ല. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാന കാലത്ത് മക്കൾക്കിടയിൽ അധികാരത്തിനായുള്ള പോരാട്ടം ആരംഭിച്ചു. 1658 വർഷത്തിൽ ഔറംഗസേബ് അധികാരം പിടിച്ചെടുത്തു. ഷാജഹാനെ ആഗ്ര കോട്ടയിൽ തടവിലാക്കി. അവിടെ നിന്ന് ദൂരെയുള്ള താജ്മഹലിനെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അവസാന വർഷങ്ങൾ കഴിഞ്ഞതെന്ന് ചരിത്രപരമായ പാരമ്പര്യത്തിൽ പറയപ്പെടുന്നു. 1666 വർഷത്തിൽ ഷാജഹാൻ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ മുംതാസ് മഹലിന്റെ അരികിൽ താജ്മഹലിനുള്ളിൽ തന്നെ അടക്കം ചെയ്തു. ഇന്ന് താജ്മഹൽ ഒരു കെട്ടിടം മാത്രമല്ല, ഷാജഹാന്റെയും മുംതാസ് മഹലിന്റെയും ചരിത്രവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ലോകപ്രശസ്തമായ ഒരു സ്മാരകമാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതിന്റെ സൗന്ദര്യം ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും രസകരമായ ചരിത്രകഥകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചരിത്രത്തിലെ കൂടുതൽ അറിയപ്പെടാത്ത കഥകളുമായി വീണ്ടും കാണാം.